ഒരു പിടി പുതിയ അപ്ഡേഷനുകളാണ് മമ്മൂക്കയുടെ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ എത്തിയിട്ടുണ്ട്. എല്ലാ തിയേറ്ററുകളിലും കളങ്കാവൽ എന്ന സിനിമയുടെ പോസ്റ്ററുകൾ ഒട്ടിച്ചു തുടങ്ങി എന്നുള്ള വാർത്ത. പക്ഷേ ഈ 2 ദിവസം സോഷ്യൽ മീഡിയ നമ്മുടെ മമ്മൂക്ക ഇങ്ങനെ നിർത്തി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പുള്ളി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കയുടെ അപ്ഡേഷൻ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം തരംഗമാവുന്നത്. കഴിഞ്ഞ ദിവസം ജോർജ് ഏട്ടൻ പങ്കുവച്ചിട്ടുള്ള ഈ ഒരു പിക്ക്, അത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്ന, മമ്മൂക്കായെ സ്നേഹിക്കുന്ന ആരാധകർക്ക് വലിയ സന്തോഷം തന്നെയാണ് നൽകിയത്. മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ മമ്മൂക്ക ജോയിൻ ചെയ്യാൻ പോകുന്നുള്ള വാർത്ത വരുന്നതിൻ്റെ ആ സമയത്താണ് മഹാരാജാസ് കോളേജിൽ ഇനി മുതൽ മമ്മൂക്കായ നിങ്ങൾക്ക് പാഠപുസ്തകത്തിലൂടെ പഠിക്കാം എന്ന ആ ഒരു വാർത്തയും കൂടെ കേട്ടപ്പോഴത്തേക്ക് ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി. കാരണം അദ്ദേഹം പഠിച്ച് വന്നിട്ടുള്ള ഒരു കോളേജിൽ, ഒരുപാട് നടന്മാർ പഠിച്ചിട്ടുള്ള ഒരു കോളേജിൽ പുള്ളിയെ കുറിച്ച് ഈ ഹിസ്റ്ററിയിൽ പഠിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഓരോ മമ്മൂട്ടി ആരാധകനും മനസ്സുകൊണ്ടും സന്തോഷിക്കുന്ന ഒരു വലിയൊരു നിമിഷം തന്നെ. കാരണം അത് വലിയൊരു അംഗീകാരമാണ് മമ്മൂക്കായ എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ചിട്ട് കോളേജുകളിൽ അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ നമുക്ക് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. ജിതിൻ കെ ജോസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിൻ്റെ തിരക്കഥയും പുള്ളിയുടെ തന്നെയാണ്. ഈ കളങ്കാവൽ എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ പുറത്തു വന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ റിസർച്ച് ചെയ്തിരുന്നു. ഈ തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്നതിൻ്റെ പേര് വരുന്നത്. പക്ഷെ അതും ഈ സിനിമയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല. എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമാണ് കളങ്കാവൽ. ഇതിനകത്ത് മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിലാണ് എത്തുന്നത്. വിനായകനാണ് മറ്റൊരു കഥാപാത്രമായി എത്തുന്നത്. 21 നായികമാരായിട്ടാണ് മമ്മൂക്ക ഈ പ്രാവശ്യം എത്തുന്നത്. ക്രൂരനായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ. പലരും പറയുന്നത് ഇവരെയൊക്കെ സ്നേഹിച്ച് കെട്ടിയിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുന്നതൊക്കെയാണെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കളങ്കാവൽ സിനിമയുടെ അപ്ഡേഷന് വേണ്ടി കാത്തിരുന്നവർക്ക് ഈ ഓഗസ്റ്റിൽ ഒരു കിടിലൻ അപ്ഡേഷൻ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിൻ്റെ റിലീസിങ് ഡേറ്റ് ഉടൻ തന്നെ ഉണ്ടാകും. എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. ഏറെ സന്തോഷകരമായ കാര്യം, ഇന്ന് മമ്മൂട്ടിയുടെ ഒരു ചിത്രം, ഉഷാറായ മമ്മൂട്ടി വീണ്ടും പഴയ റോളുകളിലേക്ക് മിന്നിത്തിളങ്ങുന്നത് പ്രേക്ഷകർക്ക് കാണാം താമസിയാതെ. So anybody who knows me knows that it's celebration time. കൊച്ചി നിയമസഭാംഗം ദാക്ഷായണി വേലായുധന്റെയും മമ്മൂട്ടിയുടെയും ജീവിതം ഇനി കോളേജ് സിലബസിൽ. സോഷ്യൽ മീഡിയ തീയിട്ട് മമ്മൂക്ക. മറ്റൊരു പ്രധാന വാർത്ത, നടൻ മമ്മൂട്ടിയുടെ ജീവിതം ഇനി പാഠ്യവിഷയം. ഇതിലും യോഗ്യതയുള്ള ആരാണ് മലയാള സിനിമയിലുള്ളത്? സ്റ്റാർഡത്തിന് വില കൊടുക്കാതെ ഒരു അഭിനേതാവ് എങ്ങനെയാവണം എന്ന് കാണിച്ചു തന്ന നടൻ. ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെ ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ച് കയറ്റിയ നടൻ. ഒരു കൈ കൊടുത്തത് മറുകൈ അറിയരുതെന്ന് വിശ്വസിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ. തികഞ്ഞ മതേതരത്വ കാഴ്ചപ്പാടുള്ള വ്യക്തി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ മേൽനോട്ടത്തിന് വെച്ച് മനുഷ്യത്വത്തിന് മതമില്ലെന്ന് തെളിയിച്ച വ്യക്തി. വർഗീയവാദികൾ നിരന്തരം ഡീഗ്രേഡ് ചെയ്തിട്ടും 40 വർഷം ഒറ്റയ്ക്ക് ഇൻഡസ്ട്രിയിൽ രാജാവായി തന്നെ പിടിച്ചു നിൽക്കുന്ന നടൻ. പരസ്ത്രീ ബന്ധങ്ങളിൽപ്പെടാത്ത വ്യക്തി. ഒരു ഭർത്താവ്, അച്ഛൻ, സഹോദരൻ എങ്ങനെയായിരിക്കണമെന്ന് ഇങ്ങേരെ കണ്ടുപഠിക്കണമെന്ന് ഇൻഡസ്ട്രി മൊത്തം പറയുന്ന വ്യക്തി. അതാണ് മമ്മൂക്ക. പുത്തൻ ഗെറ്റപ്പിലെത്തി സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമായിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം മമ്മൂക്ക. ലൈറ്റ് ഗ്രീൻ ഷർട്ടും വൈറ്റ് പാൻറ്റും ധരിച്ച് ഫോണിൽ നോക്കിയിരിക്കുന്ന താരത്തിന്റെ ചിത്രം മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. കുറെ മാസങ്ങളായി മമ്മൂക്കയെ ഇങ്ങനെ കണ്ടിട്ട്. ചെറിയ അസുഖമുണ്ടായിരുന്നു, അതൊക്കെ ഓക്കെയായി. ഇപ്പോൾ പ്രായം വീണ്ടും കുറഞ്ഞതുപോലെ. ഈ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ പോലും ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ മമ്മൂക്കയുമായി ബന്ധപ്പെട്ട് ചില വീഡിയോസൊക്കെ പ്രചരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവർക്കൊക്കെ എന്തിൻ്റെ സോക്കേടാണെന്ന് എനിക്കറിയത്തില്ല. കാരണം മമ്മൂക്കാക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്, മമ്മൂക്ക ഇനി വരില്ല, മറ്റതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാരണം ഇവർക്ക് ഈ റേറ്റിംഗ് കിട്ടാൻ അല്ലെങ്കിൽ ഇതിനകത്ത് ട്രെൻഡിങ് ആകാൻ വേണ്ടി മമ്മൂക്ക എന്ന് പറയുന്ന നടനെ വെച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ചില വാർത്തകളാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോപ്പ്, അതൊക്കെ നിർത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. മമ്മൂക്കയെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും വലിയൊരു പുസ്തകം തന്നെയാണ് മമ്മൂക്ക. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹം പഠിച്ച് ഇറങ്ങിയിട്ടുള്ള ആ കോളേജിൽ പഠിപ്പിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ. എന്തായാലും കളങ്കാവൽ എന്ന സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് 13-ാം തീയതി ഇതിൻ്റെ ഒരു വലിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. കറക്റ്റ് റിലീസിങ് ഡേറ്റ് അന്ന് ഇതിന് പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ മലയാള സിനിമയിലേക്ക് സജീവമായി നമ്മുടെ മമ്മൂക്ക പൂർവാധികം സുന്ദരനായും പഴയതിനെക്കാട്ടി എനർജി ആയിട്ടും വരുന്നു എന്നുള്ള സന്തോഷം ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് മനസ്സിന് തോന്നിയിട്ടുള്ള ആ ഒരു സന്തോഷത്തിന് അളവില്ല എന്നുള്ളതാണ്. ഇപ്പം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളും മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന നിങ്ങളും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അല്ലേ മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള
ഇനി സിനിമയുടെ അപ്ഡേഷന് വേണ്ടി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും